നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് വിനയ് ബാബു. നമ്മുടെ യൂട്യൂബ് ചാനലായ ആസ് എ സിറ്റിസന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമത്താൽ ബന്ധിതമായ, പൂർണ്ണമായും നിയമത്തിന്റെ നിയന്ത്രണത്തിൽ മുന്നോട്ടു പോകുന്ന ഒരു പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപാലനം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുവാൻ നമ്മൾ ഓരോരുത്തർക്കും അർഹതയുണ്ട്. സാധാരണക്കാരനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവനും ഏത് തരത്തിലുള്ള ആളുകളായാലും അവർക്കെല്ലാം നീതി ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അവകാശമാണ്. നിയമത്തിന്റെ പൊതുവായ ലക്ഷ്യം നീതി നടപ്പാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സൗജന്യമായി ഒരാൾക്ക് എങ്ങനെയാണ് നിയമസഹായം ലഭിക്കുന്നത്, അല്ലെങ്കിൽ കോടതികളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവർക്കും എങ്ങനെയാണ് നിയമസഹായം ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കാം. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ കോടതിയിൽ ഒരു കേസ് നടത്തിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു നിയമവ്യവഹാരം നടത്തുവാൻ സാധാരണക്കാരനെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറത്തുള്ള ഒരു ചെലവേറിയ ഒരു പ്രക്രിയയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് ഒരു വ്യക്തിക്ക് തനിക്ക് ലഭിക്കേണ്ടതായ നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ നിയമത്തിന്റെ പൊതുവായ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതിൽ സാമ്പത്തികത്തിന്റെ പിന്നോക്കം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നീതി ലഭ്യമാകാതിരിക്കാൻ പാടില്ല. എല്ലാവർക്കും ഒരുപോലെ തന്നെ നീതി ലഭ്യമാകണം. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമായിട്ടുള്ള ആളുകൾക്ക് ഈ ചെലവേറിയ നിയമപ്രക്രിയകളിലൂടെ അവർക്ക് അർഹമായിട്ടുള്ള നീതി ലഭ്യമാക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആരെയാണ് സമീപിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. 1976 42 കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റ്, 42ാമത്തെ ഭേദഗതിയിൽ, അതായത് ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന 42ാമത്തെ ഭേദഗതിയിൽ ഒരു നമ്മുടെ സ്റ്റേറ്റിന്റെ കർത്തവ്യത്തെക്കുറിച്ച്, ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ കൃത്യമായി പറയും സൗജന്യ നിയമസഹായം അഥവാ ഫ്രീ ലീഗൽ എയ്ഡ് അല്ലെങ്കിൽ നിയമസഹായം. അപ്പോൾ അതിന്റെയൊക്കെ ഭാഗമായിട്ട് 1987 ഒരു കേന്ദ്ര നിയമം വരികയുണ്ടായി. ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് എന്നുള്ള ഒരു കേന്ദ്ര നിയമം. ആ നിയമത്തിന്റെ ചുവട് പിടിച്ചിട്ട് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, അതുപോലെ തന്നെ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി, ഇങ്ങനെയാണ് അതിന്റെ ഒരു ഘടന പോകുന്നത്. പിന്നെ ഹൈക്കോർട്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, കമ്മിറ്റി ഉണ്ട്, അതുപോലെ സുപ്രീം കോടതിയിലുമുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഏത് കോടതിയിലാണോ നമുക്ക് കേസ് നടത്തേണ്ടത്, നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് കോടതിയിലാണോ നടത്തേണ്ടത്, അവിടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള പണച്ചെലവും ഇല്ലാതെ നമ്മുടെ കേസ് നടത്തിക്കൊണ്ടു പോകാനും നമുക്ക് അർഹമായ നീതി നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഈ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒക്കെ ഒരു പൊതുവായ ലക്ഷ്യം എന്നുള്ളത് പണം ഇല്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടതിന്റെയോ പേരിൽ ഒരാൾക്കും നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ നിയമസഹായം ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ഒന്നാമതായി സ്ത്രീകൾക്ക് സൗജന്യ നിയമസഹായം ലഭിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. ഈ അതോറിറ്റികളെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അർഹമായ നിയമസഹായം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അവർക്കും ഈ സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട്. പിന്നീടുള്ളത് ഷെഡ്യൂൾഡ് കാസ്റ്റോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബോ ആയിട്ടുള്ള ആളുകൾ, അവർക്കും ഈ സൗജന്യ നിയമസഹായത്തിനുള്ള അർഹതയുള്ളവരാണ്. പിന്നെ അംഗപരിമിതരായിട്ടുള്ള ആളുകൾ, ഏതെങ്കിലും രീതിയിലുള്ള അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു സൗജന്യ നിയമസഹായത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ദുരന്തങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവർ, അതുപോലെ തന്നെ ഈ മനുഷ്യക്കടത്ത് പോലുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളിൽ പെട്ടുപോയിട്ടുള്ളവർ, അതുപോലെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ, 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസണിനും ഈ ഒരു നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നതാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായം സൗജന്യമായി തന്നെ നമ്മുടെ സ്റ്റേറ്റ് നൽകുവാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് അവരെ സമീപിക്കുവാനുള്ള ഒരു അതോറിറ്റിയാണ് ഈ ഒരു ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ജില്ലാ കോടതികളിലും പ്രവർത്തിക്കുന്ന ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അതുപോലെ താലൂക്ക് തലത്തിൽ ഉള്ള താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റികളുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്,
പണമില്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്തതിന്റെ പേരിലോ നമുക്ക് അർഹമായിട്ടുള്ള ഒരു തരത്തിലുള്ള നീതിയും നിഷേധിക്കപ്പെടുവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ നമുക്ക് ആദ്യമായി സമീപിക്കാവുന്നതാണ്. അവിടുന്ന് നമുക്ക് വേണ്ടുന്ന നിയമസഹായങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് നിയമപരമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ നമുക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ മുൻ പറഞ്ഞ പട്ടികയിലുള്ള ആളുകളല്ലാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും ഈ ഒരു ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനം ലഭിക്കുന്നതാണ്. സാമ്പത്തിക പിന്നോക്കം എന്ന് പറയുന്നത് കണക്കാക്കുന്നത് വാർഷിക വരുമാനം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയിൽ കൂടുതലില്ലാത്ത ആളുകൾക്ക് ഈ ഒരു നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നതാണ്. സുപ്രീം കോടതിയിൽ ഇങ്ങനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണക്കാക്കുന്നത് 5 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള ആളുകൾ, അതായത് പ്രതിവർഷം 5 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള ആളുകൾക്കാണ് സുപ്രീം കോടതിയിൽ ഈ ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ കൺസിഡറേഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏത് കോടതിയിലായാലും, ഒരു മുനിസിപ്പൽ കോടതി തൊട്ട് സുപ്രീം കോടതി വരെയുള്ള ഏത് കോടതിയിലായാലും നമുക്കൊരു കേസ് നടത്തുവാൻ നമുക്ക് സാമ്പത്തികമില്ല എന്നുള്ളതിന്റെ പേരിൽ നമുക്കൊരു നീതി നിഷേധിക്കപ്പെടുകയില്ല. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ലീഗൽ സർവീസ് അതോറിറ്റിയെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യത്തിന്, ഈ ഒരു അതോറിറ്റിയുടെ സൗജന്യ സേവനത്തിന് അർഹരാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മളൊരു ആപ്ലിക്കേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ നിർദ്ദിഷ്ട രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് അവർക്ക് നൽകേണ്ടതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കൂടി ഈ അപേക്ഷയോടൊപ്പം വെച്ച് കഴിഞ്ഞാൽ ഈ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ അതോറിറ്റിയിലുള്ള ആളുകൾ തന്നെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനം നമുക്ക് ലഭ്യമാകും എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കോടതിയിലും ഇന്ത്യയിലുള്ള മുനിസിപ്പൽ കോടതി തൊട്ട് സുപ്രീം കോടതി വരെയുള്ള ഏത് കോടതിയിലും നമുക്ക് അർഹമായിട്ടുള്ള നീതി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഈ വീഡിയോ എത്തിക്കുക. താങ്ക്